കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG ഡിഗ്രി അപേക്ഷകർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു. നിങ്ങൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ക്യാപ് ID രജിസ്ട്രേഷൻ IDയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിൽ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ ഓൺലൈനായി നിങ്ങളുടെ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതുണ്ട്. ജനറൽ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ ആയി 575 രൂപയും SC ST വിദ്യാർത്ഥികൾ 145 രൂപയുമാണ് ഓൺലൈനായി അടയ്ക്കേണ്ടത്. ഈ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് കോഴ്സിന് മുകളിലുള്ള കോളേജുകളും കോഴ്സുകളും അത് ക്യാൻസൽ ചെയ്യുവാനുള്ള അവസരം കൂടിയാണിത്. ഇതിനായി നിങ്ങൾക്ക് 24-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അവസരം ഉണ്ടായിരിക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് വന്നു. ഇനി ഇപ്പോൾ മുതൽ 24-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് കോഴ്സിന് മുകളിലുള്ള കോളേജുകൾ കോഴ്സുകൾ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യാനുസരണം ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ലഭിച്ച കോളേജ് കോഴ്സിൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾ മുകളിലുള്ള മുഴുവൻ കോളേജ് കോഴ്സുകളും ക്യാൻസൽ ചെയ്യുക. ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ പ്രോസസ്സിലൂടെ ചെയ്യാവുന്നതാണ്. അതല്ല മുകളിലുള്ള ഏതെങ്കിലും കോളേജ് കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതുണ്ടെങ്കിൽ അത് നിലനിർത്തി ബാക്കിയുള്ളതും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ തരത്തിലാണ് നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യേണ്ടത്. മറ്റൊരു സംശയം, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നൽകേണ്ട ഫീസ് വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരിക്കുക. പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും എയ്ഡഡ് കോളേജ് ഗവൺമെന്റ് കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അത്തരത്തിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിലോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലോ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ BA BSc BCom BBA തുടങ്ങിയ ഡിഗ്രികൾക്ക് നോർമൽ ആയിട്ട് ഇയർലി ഫീസ് വെറും 1050 രൂപ മാത്രമേ ഇയർലി ഫീ ആയിട്ട് അടയ്ക്കേണ്ടതുള്ളൂ. BA BCom BSc BBA കോഴ്സുകൾക്ക് ഗവൺമെന്റ് കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലോ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഇയർലി ഫീ ആയി 1050 രൂപയാണ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് 10,800 രൂപ സെമസ്റ്റർ ഫീ മാത്രം അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ BSc ആണെങ്കിൽ 12,600 രൂപയും അടയ്ക്കേണ്ടി വരും. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ BSc ഒഴികെയുള്ള കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീ ആയിട്ട് 10,800 രൂപയും BSc കോഴ്സിലാണെങ്കിൽ 12,600 രൂപയും സെമസ്റ്റർ ഫീ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി BSc ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ കോഴ്സുകൾക്ക് BCA പോലുള്ള കോഴ്സുകൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ 3,600 രൂപ മാത്രമാണ് ആനുവൽ ഫീ ആയി നൽകേണ്ടതെങ്കിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീ തന്നെ 21,000 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ BA മൾട്ടിമീഡിയയും BCA കോഴ്സുകളും മിക്കവാറും ഗവൺമെന്റ് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകൾ തീരെയില്ല. അതുകൊണ്ട് ഈ കോഴ്സുകൾക്ക് BCA അതുപോലെ തന്നെ BA മൾട്ടിമീഡിയ കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീ 26,880 രൂപയാണ്. എന്നാൽ BCAക്ക് സെമസ്റ്റർ ഫീ 21,000 രൂപയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് കോഴ്സുകളും ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇല്ല. ഈ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലാണ് ഫീ ഡീറ്റെയിൽസ് വരിക. പിന്നെ മറ്റൊരു സംശയം, നിങ്ങൾക്ക് മാനേജ്മെന്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, അതായത് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ നിങ്ങൾ മാനേജ്മെന്റ് കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരേ ഫീസാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം, ഈ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മെറിറ്റ് കോട്ടയും മാനേജ്മെന്റ് കോട്ടയും ഒരേ ഫീസ് ആണെങ്കിൽ പിന്നീട് എന്താണ് അതിലൊരു മാറ്റം, മാനേജ്മെന്റിൽ അങ്ങനെ അഡ്മിഷൻ എടുത്താൽ പോരെ എന്ന് സംശയിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മെറിറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻസ് തുടങ്ങി വിവിധ സ്കോളർഷിപ്പുകൾ, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നിന്നുള്ള മറ്റു സ്കോളർഷിപ്പുകളും ഗ്രാൻസ് തുടങ്ങുന്ന ഒരുപാട് സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇതിലൂടെ നിങ്ങളുടെ ട്യൂഷൻ ഫീ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് വഴി തിരിച്ച് ലഭിക്കുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റ് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ. എന്നാൽ ഈ കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾ മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക. കാരണം ഇത്തവണ അപേക്ഷകരുടെ എണ്ണം കമ്മിയാണ് സീറ്റുകളെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഒരു വിധപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ഈ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷമായതുകൊണ്ട് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നത് വരെ കാത്തിരിക്കുക. കൂടാതെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അലോട്ട്മെന്റുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.